ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആരാധനാ ക്രമവത്സരത്തിലെ പള്ളിക്കുദാശ കാലത്തിന്റെ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മുടെ പരിചിന്തനത്തിനായി തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 23 മുതൽ 30 വരെയുള്ള വചനഭാഗമാണ്. ഇവിടെ സമ്പത്തിനെക്കുറിച്ചും ത്യാഗത്തെക്കുറിച്ചും ശാശ്വതമായുള്ള ജീവിതത്തെക്കുറിച്ചും യേശു തന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. സമ്പന്നനായ ഒരു വ്യക്തി സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇവിടെ ആരാണ് രക്ഷപ്പെടുക എന്ന ചോദ്യത്തിന് ഈശോയുടെ ഉത്തരം മനുഷ്യർക്കിത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നാണ്. ഈ സുവിശേഷ ഭാഗം പ്രധാനമായും 3 കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ജീവിതത്തിൽ ത്യാഗത്തിന്റെ, ഉപേക്ഷിക്കലിന്റെ, ത്യജിക്കലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, ദൈവകൃപയിൽ ആശ്രയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അതുപോലെ തന്നെ ദൈവത്തിന്റെ മഹത്തായ പ്രതിഫലമായ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ വളരേണ്ടതിനെക്കുറിച്ച്. ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ്. സമ്പത്ത് അതിൽ തന്നെ തിന്മയല്ല, മറിച്ച് ദൈവവും സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്നും നമ്മെ അകറ്റുന്ന രീതിയിൽ സമ്പത്ത് നമ്മുടെ ജീവിതത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ഘടകമായി മാറുമ്പോഴാണ് അത് നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നത്. സമ്പത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതികമായൊരു സമൃദ്ധി മാത്രമല്ല, മറിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നമ്മുടെ അറിവ്, കഴിവ്, ആരോഗ്യം, സമയം, ഇവയെല്ലാം സമ്പത്താണ്. അർഹതയില്ലാതിരുന്ന നമ്മുടെ കൊച്ചു ജീവിതത്തിൽ ദൈവം നിറച്ചു നൽകിയ ഈ സമ്പത്തെല്ലാം സ്വാർത്ഥത വെടിഞ്ഞ്, സ്വയം മറന്ന്, നാം ആയിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിൽ, നാമുമായി ഇടപെടുന്നവരിൽ പകർന്നു നൽകുമ്പോഴാണ് നിത്യജീവിതത്തിലേക്ക് നാമും അർഹതയുള്ളവരായി തീരുന്നത്. ദൈവത്തെ അനുഗമിക്കുവാൻ നാം ചിലതൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ലെറ്റ് ഗോ എന്ന മനോഭാവം സ്വന്തമാക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിന്റെ വചനത്തെ, ദൈവരാജ്യത്തെ പൂർണ്ണമായി സ്വീകരിക്കണമെങ്കിൽ വിട്ടുകൊടുക്കലിന്റെ ആത്മീയത നാമും സ്വന്തമാക്കണം. ഉപേക്ഷ എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല, ദൈവസ്നേഹത്തിൽ നിന്നും പരസ്നേഹത്തിൽ നിന്നും നമ്മെ അകറ്റുന്നവയെ ബോധപൂർവം വേണ്ടെന്ന് വെക്കുകയാണ്. നൈമിഷിക സുഖവും സന്തോഷവും പ്രദാനം ചെയ്യുന്നവയെ അകറ്റി നിർത്തുകയാണ്. സ്വാതന്ത്ര്യത്തോടെ ഒന്നും നമ്മെ അടിമപ്പെടുത്താത്ത അവസ്ഥയിൽ ജീവിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത്. അവനെ പ്രതിയെല്ലാം ഉപേക്ഷിക്കുന്നവർക്ക് ഈ ലോക ജീവിതത്തിൽ 100 ഇരട്ടിയും നിത്യജീവനും വാഗ്ദാനം ചെയ്യുന്ന ഈശോ. ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്. ഉപേക്ഷിക്കുവാനും പരിത്യജിക്കുവാനും നാം എടുക്കുന്ന സഹനത്തിന് ദൈവം നമുക്കായി കരുതി വെച്ചിരിക്കുന്ന പ്രതിഫലം വളരെ വലുതാണ്. അത് സ്വർഗ സൗഭാഗ്യമാണ്. ദൈവസ്നേഹത്തെ പ്രതി നാം ചെയ്യുന്ന ഓരോ ചെറിയ കാര്യവും സ്വർഗത്തിൽ നമുക്ക് സമ്പത്തായി മാറും. ലോകമാണ് നിന്റെ ആശയെങ്കിൽ ലോകം കടന്നുപോകും, പോയി മറയും. അമ്മയുടെ ഉദരത്തിൽ നിന്നും വെറും കൈയോടെ വന്നതുപോലെ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടവരാണ്, ഈ ലോകത്തെ കൈവിട്ടു പോകേണ്ടവരാണ് നാം ഓരോരുത്തരും. നാം സ്വരുക്കൂട്ടിയതെല്ലാം അന്യർക്ക് നൽകി ഒന്നുമില്ലാത്തവരായി പോകേണ്ടവർ. സർവവും മായയായി മാഞ്ഞുപോകും. ഈ ലോകദൃഷ്ടിയിൽ നാം ഭോഷരാണെങ്കിലും ഒന്നുമില്ലാത്തവരാണെങ്കിലും സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ നിത്യമായ സമ്പത്ത്. സ്നേഹമുള്ളവരെ, നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പങ്കുവെക്കലിന്റെ മനോഭാവം സ്വന്തമാക്കി ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ പ്രതിരൂപങ്ങളായി മാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.